നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിൽ 3 വീടുകളിലായി താമസിക്കുന്ന 6 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കും. ഇവർ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെട്ടവരല്ല. സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തി ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കി സർക്കാരിന് നൽകിക്കൊണ്ട് നടപടിയുണ്ടാക്കാനാണ് വനംവകുപ്പിന്റെ നീക്കം. നൂൽപ്പുഴ കാപ്പാട് ആദിവാസിയായ മാനുവിനെ കാട്ടാന ചവിട്ടിക്കൊന്ന സാഹചര്യത്തിലാണ് ഇത്. വീട്ടുസാധനങ്ങൾ വാങ്ങി വരുമ്പോഴായിരുന്നു ആക്രമണം. മാനുവിനെ കാട്ടാന ആക്രമിക്കുന്നത് ബന്ധുവായ സത്യഭാമ കണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. രാത്രി സത്യഭാമ വീടിന് സമീപത്തുനിന്ന് അരി കഴുകുമ്പോഴാണ് കാട്ടാന മനുവിനെ ആക്രമിക്കുന്നത് കണ്ടത്. മനുവിന്റെ കുട്ടികൾ സത്യഭാമയുടെ വീട്ടിലായിരുന്നു. കുട്ടികൾക്കുള്ള ബിസ്ക്കറ്റുമായി വരുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത്. സത്യഭാമയുടെ കയ്യിൽ ഫോണുമില്ല. കാട്ടാനകൾ ഈ പരിസരത്ത് തന്നെ നിലയുറപ്പിച്ചതിനാൽ പുറത്തിറങ്ങാനും സാധിച്ചില്ല. കുട്ടികളോടൊപ്പം രാത്രിയിൽ വീട്ടിൽ പേടിച്ചു കഴിഞ്ഞു. നേരം വെളുത്ത ശേഷമാണ് മറ്റുള്ളവരെ വിവരം അറിയിച്ചത്. അപ്പോഴേക്കും മനുവിന്റെ ജീവൻ പോയിരുന്നു. നൂൽപ്പുഴ കാപ്പാട് വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമാണ്. വൈകിട്ട് 5 മണിയാകുമ്പോഴേക്കും ഉന്നതിയിലെ വീടുകൾക്ക് സമീപം കാട്ടാനകളെത്തും. പിന്നീട് ആർക്കും പുറത്തിറങ്ങാൻ സാധിക്കില്ല. രാവിലെയും വൈകിട്ടും ഭയന്നാണ് വനത്തിന് സമീപത്തുകൂടെയുള്ള വഴിയിലൂടെയുള്ള യാത്രകൾ. വേലിയും ട്രഞ്ചും ഇല്ലാത്തതും പ്രതിസന്ധിയാണ്. ഈ സാഹചര്യത്തിലാണ് ഇവിടെയുള്ളവരെ മാറ്റാനുള്ള തീരുമാനം. മാനുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി സർക്കാർ 10 ലക്ഷം രൂപ നൽകും. ഇതിന്റെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കൈമാറും. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച ഫാർമേഴ്സ് റിലീഫ് ഫോറവും തൃണമൂൽ കോൺഗ്രസും ഇന്ന് വയനാട് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടകൾ അടപ്പിക്കുകയോ വാഹനം തടയുകയോ ചെയ്യില്ലെന്നും പൊതുജനം മനസാക്ഷിക്കനുസരിച്ച് ഹർത്താലിനോട് സഹകരിക്കണമെന്നും FRF ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഹർത്താൽ വലിയ വിജയമാണ് എന്നതാണ് വസ്തുത. 10 വർഷത്തിനിടെ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ പരിധിയിൽ മാത്രം വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 22 പേരാണ്. 2014 മുതൽ 2024 വരെയുള്ള കണക്ക് പ്രകാരമാണ് ഇത്രയും പേർ കൊല്ലപ്പെട്ടത്. ഈ കാലയളവിൽ 58 പേർ പരിക്ക് പറ്റുകയും ചെയ്തു. വയനാട് നോർത്ത് സൗത്ത് ഡിവിഷനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കൂടിയാകുമ്പോൾ വയനാട് ജില്ലയിൽ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം വളരെ കൂടും. 2025 വയനാട്ടിൽ ഇതുവരെ 3 പേരാണ് വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 2 പേരെ കാട്ടാനയും ഒരാളെ കടുവയുമാണ് കൊന്നത്. ഈ സാഹചര്യവും പ്രതിഷേധം ആളിക്കത്തിക്കുന്നുണ്ട്. ബുധനാഴ്ച രാവിലെ നൂൽപ്പുഴ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് മനുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറും. ബാക്കി തുക നിയമപരമായ രേഖകൾ ലഭിച്ച ശേഷം നൽകുമെന്ന് അവർ പറഞ്ഞു.